ഒരു സുപ്രധാന സമാധാന കരാർ ഉടൻ ഒപ്പുവെക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രഖ്യാപനവും അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ട അപ്രതീക്ഷിത നയതന്ത്ര പ്രതിസന്ധിയും ആഗോള രാഷ്ട്രീയത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ഞായറാഴ്ചയോടെ ചരിത്രപരമായ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കായി ഉടൻ തുറന്നു കൊടുക്കുമെന്നായിരുന്നു വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ടെഹ്റാൻ ഈ സമയപരിധി വെട്ടിമാറ്റിയതോടെ മിഡിൽ ഈസ്റ്റിലെ സമാധാന നീക്കങ്ങൾ കടുത്ത അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിവരുന്ന അതിരൂക്ഷമായ ബോംബാക്രമണങ്ങൾ രാജ്യത്തിന്റെ പരമ്പരാഗത സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ വൻതോതിൽ തകർത്തിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇറാന്റെ കമാൻഡ് സെന്ററുകളും ആയുധപുരകളും എണ്ണ ശുദ്ധീകരണശാലകളും പാശ്ചാത്യ വ്യോമാക്രമണങ്ങളിൽ തരിപ്പിണമാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേവലം കായികമായ തകർച്ചയോ സൈനിക മേധാവിത്വമോ കൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായ നയതന്ത്ര കീഴടങ്ങളിലേക്ക് നയിക്കാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് വാഷിംഗ്ടൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൗതികമായി തകർന്നടിഞ്ഞിട്ടും തങ്ങളുടെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മേധാവിത്വം വിട്ടുകൊടുക്കാൻ ഇറാൻ ഭരണകൂടം ഇപ്പോഴും തയ്യാറാകുന്നില്ല. ഖത്തറിന്റെ മധ്യസ്ഥതയിലും പാകിസ്ഥാൻ തയ്യാറാക്കിയ കരട് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതീവ രഹസ്യമായ ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകളിലെല്ലാം തന്നെ വളരെ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കരാർ ഒപ്പിടുന്നത് പരമാവധി വൈകിപ്പിക്കാനാണ് ഇറാന്റെ നയതന്ത്രജ്ഞർ ശ്രമിക്കുന്നത്. തങ്ങൾ പൂർണ്ണമായും തളർന്നിട്ടില്ലെന്നും തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് അവർ ഖത്തർ പ്രതിനിധികൾ വഴി അമേരിക്കയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ട്രംപിന്റെ ആത്മവിശ്വാസത്തിന് മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുന്നോടിയായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുന്നവയല്ല. പാശ്ചാത്യ രാജ്യങ്ങൾ വർഷങ്ങളായി മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന തങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ആസ്തികളും ഉപാധികളില്ലാതെ തിരികെ നൽകണമെന്നാണ് ഇറാന്റെ ഒന്നാമത്തെ ആവശ്യം. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളിൽ നിന്നും ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുള്ള അവകാശം തങ്ങൾക്ക് വേണമെന്നും അവർ വാദിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി പിൻവലിക്കണമെന്ന കടുത്ത ആവശ്യവും ഇറാൻ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും പെന്റഗണും നേരത്തെ പ്രവചിച്ചിരുന്നത് കനത്ത സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ വീഴുമെന്നും നിലവിലെ ഇസ്ലാമിക് ഭരണകൂടം തകരുമെന്നുമാണ്. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമെന്നതും അതുവഴി എളുപ്പത്തിൽ ഇറാന്റെ ഭരണം മാറ്റാമെന്നും വാഷിംഗ്ടൺ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പാശ്ചാത്യ ശക്തികളുടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും തെറ്റിയിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള കനത്ത യുദ്ധഭീഷണിയും വ്യോമാക്രമണങ്ങളും ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തകർക്കുന്നതിന് പകരം ജനങ്ങളെ ഭരണകൂടത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. രാജ്യം നേരിടുന്ന നിലനിൽപ്പിനായുള്ള ഈ പോരാട്ടത്തിൽ ഇറാന്റെ ആഭ്യന്തര അധികാര കേന്ദ്രങ്ങളിൽ തീവ്ര നിലപാടുള്ള വിപ്ലവ ഗാർഡുകളുടെ പിടി കൂടുതൽ ശക്തമാകാനാണ് ഈ സാഹചര്യം കാരണമായത്. മിതവാദികളായ രാഷ്ട്രീയ നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് സൈനിക മേധാവികൾ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. വിപ്ലവ ഗാർഡുകൾക്ക് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ഈ പുതിയ സ്വീകാര്യത പാശ്ചാത്യ ശക്തികൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധത്തിലൂടെ ഇറാന്റെ ഭരണം അട്ടിമറിക്കാമെന്ന അമേരിക്കൻ തന്ത്രം ഇവിടെ പാളിപ്പോയിരിക്കുന്നു. പെട്ടെന്നുള്ള ഒരു സൈനിക വിജയത്തിലൂടെ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ പൂർണ്ണാധിപത്യം സ്ഥാപിക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കാര്യങ്ങൾ വളരെ മന്ദഗതിയിലുള്ള ഒരു നയതന്ത്ര ചതുരംഗ കളിയായി മാറിയിരിക്കുകയാണ്. ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെയാണ് ഇരുപക്ഷവും നടത്തുന്നത്. സൈനികമായി തങ്ങൾ ശക്തരാണെങ്കിലും നയതന്ത്ര ചർച്ചകളിൽ ഇറാൻ പ്രകടിപ്പിക്കുന്ന കടുത്ത വാശിയും തന്ത്രങ്ങളും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ ഒരു സമാധാന കരാർ എത്രയും വേഗം ഉണ്ടാകേണ്ടത് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം മാരകമായി ബാധിക്കുന്നുവെന്നത് ഈ നയതന്ത്ര ചർച്ചകളിൽ ഇറാന് വലിയൊരു ആയുധമായി മാറിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഈ കടൽപാത തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതും പാശ്ചാത്യ രാജ്യങ്ങളിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും ട്രംപിന് മേൽ കനത്ത ആഭ്യന്തര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കുക എന്നത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ്. ഈ സങ്കീർണമായ ചർച്ചകളിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും പങ്ക് അതീവ നിർണായകമാണ്. ഇരുപക്ഷവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ യുദ്ധം ഒരു ആഗോള ദുരന്തമായി മാറാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ തയ്യാറാക്കിയ നയതന്ത്ര കരട് രേഖകളിൽ ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആസ്തികൾ വിട്ടു നൽകുന്ന കാര്യത്തിലും സൈനിക താവളങ്ങളുടെ കാര്യത്തിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോഴും വലിയ ഭിന്നത നിലനിൽക്കുന്നു. ഒരു സമവായത്തിലെത്താൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നയതന്ത്ര നീക്കങ്ങൾ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇറാനെ പൂർണ്ണമായി സൈനികമായി തകർക്കാതെ ഒരു സമാധാന കരാറിലും ഏർപ്പെടരുത് എന്നാണ് ബെന്യാമിൻ നെതന്യാഹു ഭരണകൂടത്തിന്റെ നിലപാട്. ട്രംപ് ഭരണകൂടം ഇറാന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകിയാൽ അത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകളെ സ്വാധീനിക്കാൻ ഇസ്രയേൽ ലോബികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുടെ പരോക്ഷമായ പിന്തുണയുണ്ടെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് മോസ്കോയും ബെയ്ജിങ്ങും കരുതുന്നു. സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ചൈന ഇറാനെ സഹായിക്കുന്നതും സൈനിക സാങ്കേതിക വിദ്യകൾ റഷ്യ കൈമാറുന്നതും അമേരിക്കയ്ക്കെതിരെ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ ടെഹ്റാനെ പ്രാപ്തമാക്കുന്നുണ്ട്. ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കാൻ ഞായറാഴ്ച തന്നെ കരാർ ഒപ്പിടുമെന്ന് ട്രംപ് ധൃതി കൂട്ടിയത് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ ഇറാന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം ട്രംപിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് നേരിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുൻപ് നയതന്ത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു എന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. വൈറ്റ് ഹൗസ് ഇപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇറാനിലെ സാധാരണ ജനങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കടുത്ത ദുരിതത്തിലാണ് കഴിയുന്നത്. നിരന്തരമായ ബോംബാക്രമണങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും അവരുടെ ജീവിതം നരകതുല്യമാക്കിയിട്ടുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ കാര്യത്തിൽ ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളെ പിന്തുണയ്ക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. വിദേശ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന ദേശീയ ബോധം ജനങ്ങൾക്കിടയിൽ വളർത്താൻ വിപ്ലവ ഗാർഡുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഭരണകൂടത്തിന്റെ ആയുസ് വർദ്ധിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ നയതന്ത്ര ചതുരംഗം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഇറാന്റെ തീരുമാനം. മറുഭാഗത്ത് കൂടുതൽ സൈനിക സമ്മർദ്ദം ചെലുത്തി ഇറാനെ വരുതിയിലാക്കാൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിച്ചേക്കാം. എന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ചർച്ചകൾ പൂർണ്ണമായി സ്തംഭിപ്പിക്കാനും മേഖലയെ ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് നയിക്കാനും കാരണമാകും. ഡൊണാൾഡ് ട്രംപ് പ്രവചിച്ചതുപോലെ മിഡിൽ ഈസ്റ്റിലെ സമാധാനം അത്ര എളുപ്പത്തിൽ കൈവരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന ഹോർമുസ് പ്രതിസന്ധി തെളിയിക്കുന്നു. തോക്കുകളും ബോംബുകളും കൊണ്ട് യുദ്ധഭൂമിയിൽ വിജയം നേടാമെങ്കിലും നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ഇറാനെ പോലൊരു രാജ്യത്തെ തോൽപ്പിക്കുക എന്നത് അതീവ പ്രയാസകരമാണ്. വരും ആഴ്ചകളിൽ ഖത്തറിലും പാകിസ്ഥാനിലും നടക്കുന്ന ചർച്ചകളുടെ ഫലമായിരിക്കും ആഗോള എണ്ണ വിപണിയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത്.